ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് വെറും മണിക്കൂറുകൾക്കുള്ളിൽ അവസാനിക്കുന്നതാണ്. വോട്ടിംഗ് അവസാനം ചെയ്യുമ്പോൾ ആര് കപ്പ് ഉയർത്തുമെന്ന് തീരുമാനിക്കുന്ന ഫൈനൽ വോട്ട് റിസൾട്ട് ഈ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മിഡ് വീക്ക് എവിക്ഷനിലൂടെ നൂറ് എവിക്റ്റ് ആയി പോയെങ്കിലും നൂറയ്ക്ക് വോട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഇപ്പോഴും ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. പക്ഷേ നൂറയുടെ വോട്ടിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കാരണം മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായല്ലോ. ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് അനുമോൾ. 8,41,530 വോട്ടുകൾ അനുമോൾ നേടി. രണ്ടാം സ്ഥാനത്താണ് അനീഷിന്റെ സ്ഥാനം. 8,32,649 വോട്ടുകളാണ് അനീഷിന് നേടാൻ കഴിഞ്ഞത്. മൂന്നാം സ്ഥാനത്താണ് ഷാനവാസിന്റെ സ്ഥാനം. 3,03,841 വോട്ടുകളാണ് ഷാനവാസിന് നേടാൻ കഴിഞ്ഞത്. നാലാം സ്ഥാനത്താണ് നെവിൻ കപ്രീഷ്യസ്. 2,68,910 വോട്ടുകൾ നെവിൻ നേടി. ഏറ്റവും പിറകിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് അക്ബറാണ്. 2,63,156 വോട്ടുകളാണ് അക്ബറിന് നേടാൻ കഴിഞ്ഞത്. ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ട് ഓൾറെഡി ആരംഭിച്ചു എന്നാണ് റൂമറുകളൊക്കെ കേൾക്കുന്നത്. പക്ഷേ പ്രധാന ഈ എവിക്ഷനൊക്കെ നടക്കുന്നത് നാളെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് രാത്രിയിലാണ് വോട്ടിംഗ് അവസാനിക്കുന്നത്. മാത്രമല്ല എല്ലാ സീസണിലും തന്നെ ഫിനാലെ ഷൂട്ട് ചെയ്യുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ ഷൂട്ട് തുടങ്ങും. അന്ന് വൈകുന്നേരം തന്നെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതും. ഇന്നിപ്പോൾ നടക്കുന്നത് ചിലപ്പോൾ ചില കലാപരിപാടികൾ, ഡാൻസും അതുപോലുള്ള പരിപാടികളുടെ ചിലപ്പോൾ ഷൂട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രോ ഷൂട്ടായിരിക്കാം. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഷൂട്ടായിരിക്കാം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഫിനാലെ വേദിയിൽ ലാലേട്ടൻ്റെ ഇരുവശങ്ങളുമായിട്ട് നിൽക്കേണ്ട 2 വ്യക്തികളുടെ പേര് നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഡിസേർവിംഗ് ആയിട്ടുള്ള 2 പേര്, അതായിരിക്കും താഴെ കമൻറ്റ് ചെയ്യുക. മത്സരാർത്ഥികൾക്ക് ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ വോട്ടിങ്ങിൽ ലഭിച്ച കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് വോട്ടിംഗ് അവസാനം ചെയ്യുമ്പോൾ ഇടുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.